8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് RK നാരായൺ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. There came to our town some years ago a showman who owned an institution called gaiety land. gaiety land എന്ന് പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ഷോമാൻ എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രദർശകൻ. അദ്ദേഹം എന്താണ്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ടൗണിൽ എത്തിച്ചേരാണ് ചെയ്തത്. ക്രൗഡ്സ് poured into the show from all over the district. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഷോയിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത്. ഈ ഷോ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സർക്കസ് പോലെയൊക്കെയുള്ള പ്രോഗ്രാം ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ഷോ എന്ന് പറയാം. Then within a week of opening they collected nearly 500 rupees a day in gate money alone. അങ്ങനെ അവരവിടെ ആ ഷോ ഓപ്പൺ ആക്കി ആകെ ഒരാഴ്ചക്കകം തന്നെ അവർക്ക് ഗേറ്റ് മണി എന്ന് വെച്ചാൽ എന്താ, പ്രവേശന ഫീസായിട്ട് മാത്രം 500 രൂപ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ. പ്രവേശന ഫീസ് മാത്രമായിട്ട് 500 രൂപ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അത്രയും എന്താ, ഒരുപാട് ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഷോ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ 500 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തല്ല, കുറച്ച് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഗേറ്റി ലാൻഡ് പ്രൊവൈഡഡ് ആസ് വിത്ത് ഓൾ സോർട്സ് ഓഫ് ഫൺ ആൻഡ് ഗാംബ്ലിംഗ് ആൻഡ് സൈഡ് ഷോസ്. ഗേറ്റി ലാൻഡ് ഞങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്? എല്ലാ തരത്തിലുള്ള വിനോദങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഗാംബ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ ഗെയിം ഓഫ് ബെറ്റിംഗ് ആണ്, ബെറ്റ് വെച്ചിട്ടുള്ള ഗെയിമുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഗെയിംസ്, അതുപോലെ സൈഡ് ഷോസ്, ഇതൊക്കെ ഞങ്ങൾക്ക് എന്താ ഈ ഗേറ്റി ലാൻഡിൽ ഈ ഒരു ഷോയിൽ ഉണ്ടായിരുന്നു. ഫോർ എ കപ്പിൾ ഓഫ് അണാസ് വി കുഡ് വാച്ച് എനിത്തിങ് ഇൻ എനി ബൂത്ത്. ഒരു കപ്പിൾ ഓഫ് അണ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഒരു 2 അണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഏത് ബൂത്തിലും ഏത് ഷോയും നമുക്ക് അതിൽ കയറി കാണാമായിരുന്നു. ഫ്രം പെർഫോമിംഗ് പാരറ്റ്സ് ടു ക്രാക്ക് മോട്ടോർ സൈക്ലിസ്റ്റ് ലൂപ്പിംഗ് ദ ഡോം ഓഫ് ഡെത്ത്. എന്താ, പാരറ്റ്സിൻ്റെ അല്ലേ, തത്തകളുടെ പെർഫോമൻസ്, പ്രകടനം കാണാം. അതുമുതൽ നമുക്ക് എന്തൊക്കെ കാണാമെന്നാണ് പറയുന്നത്? ഡോം ഓഫ് ഡെത്ത് എന്ന് വെച്ചാൽ നമ്മുടെ മരണക്കിണറൊക്കെ ഉണ്ടാവില്ലേ, മരണക്കിണറിൽ ചുറ്റിത്തിരിയുന്ന ആ മോട്ടോർ സൈക്കിള് യാത്രക്കാരെ വരെ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ 2 അണ കൊടുത്താൽ അവിടെ അതിനുള്ളിൽ കയറി കാണാമായിരുന്നു. ദർ വർ ലോട്ടറീസ് ആൻഡ് ഷൂട്ടിംഗ് ഗാലറീസ്. അതുപോലെ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ലോട്ടറീസിലെ നറുക്കെടുപ്പുകൾ, അതുപോലെ ഷൂട്ടിംഗ് ഗാലറീസ് എന്ന് വെച്ചാൽ നമ്മൾ അമ്പെയ്ത്തുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. Then here for just 8 annas you could acquire prizes that ranged from pink cushions, swing machines, cameras to even a road engine. Then അതുപോലെ അവിടെ വെറും 8 അണ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് പല റേഞ്ചിലുള്ള പല തരത്തിലുള്ള സമ്മാനങ്ങൾ നേടായിരുന്നു അല്ലേ. എന്തെല്ലാം സമ്മാനങ്ങളായിരുന്നു? പിൻ കുഷ്യൻസ് അല്ലേ. പിൻ കുഷ്യൻസ് എന്ന് വെച്ചാൽ പിന്നൊക്കെ കുത്തിവെക്കുന്ന കുഷ്യൻസ്, അതുപോലെ തയ്യൽ മെഷീന്, ക്യാമറ, അതുപോലെ റോഡ് എൻജിൻ, ഇതൊക്കെ സമ്മാനമായി ലഭിക്കുമായിരുന്നു അല്ലേ, വെറും 8 അണ മാത്രം കൊടുത്താൽ. അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായിരുന്നു. വൺ ഈവനിങ് ദേ ഡ്രൂ ദ ടിക്കറ്റ് നമ്പർ 1005 ആൻഡ് ഐ ഹാപ്പൻഡ് ടു ഓൺ ഇറ്റ്. ഒരു ദിവസം വൈകുന്നേരം അവരങ്ങനെ ടിക്കറ്റ് നമ്പർ എടുക്കുകയാണ് അല്ലേ, ഇതുപോലെ പ്രൈസ് സമ്മാനം നൽകാനായിട്ട് 1005 എന്ന് പറയുന്ന ടിക്കറ്റ് നമ്പർ അവർ എടുക്കുകയാണ്, അത് അടിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അത് ആരുടെ ആയിരുന്നു? അത് എൻ്റെ ആയിരുന്നു അല്ലേ. എൻ്റെ ടിക്കറ്റ് നമ്പറാണ് ഒരു ദിവസം വൈകുന്നേരം എടുത്തപ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്ലാൻസിങ് ഡൗൺ ദ ലിസ്റ്റ് ദേ ഡിക്ലെയർഡ് ദാറ്റ് ഐ ഹാഡ് ബിക്കം ദ ഓണർ ഓഫ് ദി റോഡ് എൻജിൻ. ദെൻ ആ ലിസ്റ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവർ എന്താ പ്രഖ്യാപിക്കുന്നത്? ആ റോഡ് എൻജിന് എനിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് അവരവിടെ പ്രഖ്യാപിക്കുകയാണ് അല്ലേ. എന്ന് വെച്ചാൽ എനിക്ക് എന്താ പ്രൈസ് അടിച്ചത്? അതിൽ റോഡ് എൻജിനായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. Don't ask me how a road engine came to be included among the prizes. ആ പ്രൈസിൽ ഇല്ലേ, അവിടെ കൊടുക്കുന്ന സമ്മാനങ്ങളിൽ എങ്ങനെയാണ് ഒരു റോഡ് എൻജിൻ വന്നത് എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഐ വാസ് സ്റ്റണ്ട് എന്ന് വെച്ചാൽ എന്താ, ഷോക്ക്ഡ്. ഞാൻ ആകെ ഷോക്ക്ഡ് ആയി അല്ലേ. പീപ്പിൾ ഗാദേർഡ് അറൗണ്ട് ആൻഡ് ഗേസ്ഡ് അറ്റ് മീ ആസ് ഇഫ് ഐ വർ എ സ്ട്രേഞ്ച് അനിമൽ. ജനങ്ങൾ എന്ത് ചെയ്യാണ്? എല്ലാവരും എൻ്റെ ചുറ്റും കൂടാണ്. എന്നിട്ട് അവരെല്ലാവരും എന്നെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്, ഒരു സ്ട്രേഞ്ച് അനിമലിനെ നോക്കുന്ന പോലെ അല്ലേ, ഒരു വിചിത്രമായ മൃഗത്തെ കാണുന്ന പോലെ എല്ലാവരും ചുറ്റും കൂടി എന്നെ ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വാസ് നോട്ട് ദ സോർട്ട് ഓഫ് പ്രൈസ് വൺ കുഡ് ക്യാരി ഹോം അറ്റ് ഷോർട്ട് നോട്ടീസ്.
ഒരാൾക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമ്മാനം ആയിരുന്നില്ല അതില്ലേ ഈ റോഡ് എൻജിൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ റോഡ് ടാർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ വണ്ടി ഉണ്ടല്ലോ, ഇതാണ് റോഡ് എൻജിൻ അല്ലേ. സോ ഇത് നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, ഒരു ഡ്രൈവറൊക്കെ ആവശ്യമാണ് അല്ലേ. ഐ ആസ്ക്ഡ് ദ ഷോമാൻ ഇഫ് ഹി വുഡ് ഹെൽപ്പ് മീ ടു ട്രാൻസ്പോർട്ട് ഇറ്റ്. ഞാൻ ആ ഷോമാനോട് എന്താ ചോദിച്ചു അല്ലേ, അത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഹി ഡിക്ലൈൻഡ് but agreed to keep the engine on the grounds till the end of their season. പക്ഷേ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് അല്ലേ, അദ്ദേഹം സഹായിക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അവരുടെ ആ ഒരു സീസൺ, ആ ഒരു ഷോയുടെ ആ ഒരു സീസൺ കഴിയോളം, ഷോ കഴിഞ്ഞ് അവരവിടെ നിന്ന് പോകുവോളം അവർ ആ ഒരു എൻജിന് അവരുടെ ഗ്രൗണ്ടിൽ വെച്ചോളാം എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് ദ ഷോമാൻ ഇഫ് ഹി കുഡ് ഫൈൻഡ് മീ എ ഡ്രൈവർ. ഹി ജസ്റ്റ് സ്മൈൽഡ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിന് എനിക്ക് ഇതിനൊരു ഡ്രൈവറെ കണ്ടെത്തി തരാൻ കഴിയുമോ എന്നല്ലേ. പക്ഷെ അദ്ദേഹം ജസ്റ്റ് സ്മൈൽ ചെയ്ത് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാൻ ഐ സെൽ ടു സം മുനിസിപ്പാലിറ്റി? ഐ ആസ്ക്ഡ് ഇന്നസെൻ്റ്ലി. എനിക്കിത് ഏതെങ്കിലും മുനിസിപ്പാലിറ്റിക്ക് വിൽക്കാനായിട്ട് കഴിയുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ഇന്നസെൻ്റ് ആയിട്ട് നിഷ്കളങ്കമായിട്ട് ചോദിക്കാന്നാണ് പറയുന്നത് അല്ലേ. കാരണം എന്താ, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഹി ബേഴ്സ്റ്റ് ഇൻ ടു എ ലോഫ്. അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ. അത് ചോദിച്ചപ്പോൾ ആസ് എ ഷോമാൻ ഐ ഹാവ് എനഫ് ട്രബിൾ വിത്ത് മുനിസിപ്പൽ പീപ്പിൾ. ഒരു ഷോമാൻ എന്ന രീതിയിൽ എനിക്ക് മുനിസിപ്പൽ പീപ്പിൾസുമായിട്ട് അല്ലേ, മുനിസിപ്പാലിറ്റിക്കാരുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് അദ്ദേഹം പറയാണ് അല്ലേ. സോ ഐ വുഡ് റാദർ കീപ്പ് ഔട്ട് ഓഫ് ദെയർ വേ. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കാനാണ് നോക്കാറുള്ളത് അല്ലേ. അവരെ കാണാതെ മുങ്ങി നടക്കാറാണുള്ളത്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇത് മുനിസിപ്പാലിറ്റിക്ക് സെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ചോദിക്കുകയാണ് അല്ലേ. ദെൻ മൈ ഫ്രണ്ട്സ് ആൻഡ് വെൽ വിഷേഴ്സ് പോർ ഇൻ ടു കൺഗ്രാജുലേറ്റ് മീ ഓൺ മൈ ലേറ്റസ്റ്റ് അക്യൂസിഷൻ. ദെൻ എൻ്റെ ഈ ഒരു പുതിയ നേട്ടത്തിൽ ഈ ഒരു സമ്മാനം ലഭിച്ചല്ലോ, ആ ഒരു കാര്യം കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സും വെൽവിഷേഴ്സും അഭ്യുദയകാംക്ഷികളും എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, അഭിനന്ദിക്കാൻ വേണ്ടി ഒഴുകി എത്തുന്നുണ്ട്. എവറി ഡേ ഐ മെയ്ഡ് എ ട്രിപ്പ് ടു ദ ജിംഖാന ഗ്രൗണ്ട്സ് ടു ഹാവ് എ ലുക്ക് അറ്റ് മൈ എൻജിൻ. പിന്നീട് എല്ലാ ദിവസവും എൻ്റെ ആ എൻജിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ജിംഖാന ഗ്രൗണ്ടിലേക്ക്, ആ ഷോ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോകുമായിരുന്നു. ഐ ഗ്രൂ വെരി ഫോണ്ട് ഓഫ് ഇറ്റ്. എനിക്കതിനോടുള്ള ഇഷ്ടം കൂടി വന്നു. ഐ ലവ്ഡ് ഇറ്റ്സ് ഷൈനിങ് ബ്രാസ് പാർട്സ്. എനിക്കതിൻ്റെ ഷൈനിങ് ആയിട്ടുള്ള തിളങ്ങുന്ന ബ്രാസ് പാർട്സ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ പിച്ചുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഐ സ്റ്റുഡ് നിയർ ഇറ്റ് ആൻഡ് പാറ്റഡ് ഇറ്റ് അഫെക്ഷനേറ്റ്ലി. ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത് നിൽക്കും, എന്നിട്ട് അതിനെ സ്നേഹത്തോടെ ഇങ്ങനെ തലോടും. ഹവേർഡ് അബൌട്ട് ഇറ്റ്. അതിനെങ്ങനെ ചുറ്റിത്തിരിയുമായിരുന്നു. ആൻഡ് റിട്ടേൺ ഹോം എവറി ഡേ ഓൺലി അറ്റ് ദ ക്ലോസ് ഓഫ് ദി ഷോ. അങ്ങനെ എന്താ, ഈ റോഡ് എൻജിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു അല്ലേ. ദെൻ എല്ലാ ദിവസവും ഷോ അവസാനിക്കുമ്പോൾ മാത്രമേ ഞാൻ വീട്ടിലേക്ക് മടങ്ങാറുണ്ടായിരുന്നുള്ളൂ. When the showman finally packed up, I received a notice from the municipality to collect my road engine. Then അവസാനം ഷോമാന് അവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് പോയില്ലേ. അവർ ഷോ ഒക്കെ പ്രദർശനമൊക്കെ അവസാനിപ്പിച്ച് പോയപ്പോൾ എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു നോട്ടീസ് വന്നു. എന്തിനായിരുന്നു, എൻ്റെ റോഡ് എൻജിന് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് അല്ലേ. When I went there the next day, it looked neglected. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതെനിക്ക് അവഗണിക്കപ്പെട്ടതായിട്ട് തോന്നി. The showman had moved on. ഷോമാനൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ലിവിങ് ദ എൻജിൻ where it stood. എൻജിന് എവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ തന്നെ അത് നിൽക്കുന്നുണ്ട്. ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി സേഫ് ദോ. അത് എന്താണ്, സേഫ് ആണ് അല്ലേ, അത് തികച്ചും സേഫ് ആയിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. Soon I received a second notice from the municipality ordering that the engine should be removed with immediate effect. Then മുനിസിപ്പാലിറ്റിയിൽ നിന്ന് രണ്ടാമത്തെ ഒരു നോട്ടീസും കൂടി എനിക്ക് ലഭിച്ചു അല്ലേ. അതിലെന്താ ഉണ്ടായിരുന്നത്, ഉടൻ തന്നെ എൻജിൻ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഉത്തരവിട്ടുകൊണ്ടായിരുന്നു ആ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതർവൈസ് ദേ വുഡ് ചാർജ് റെന്റ് ഫോർ ദി ഗ്രൗണ്ട്സ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഗ്രൗണ്ടിനുള്ള റെന്റിലെ വാടക നമ്മൾ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആഫ്റ്റർ ഡീപ് തോട്ട് ഐ കൺസെൻറ്റഡ് ടു പേ ദി റെന്റ്. ദെൻ എന്ത് ചെയ്തു, കുറെ ആലോചിച്ചതിന് ശേഷം, ഡീപ്പായി ആലോചിച്ചതിന് ശേഷം ഞാൻ എന്ത് തീരുമാനിച്ചു, ഞാൻ
എന്ത് ചെയ്യുക, ആ റെൻറ്റിലെ വാടക കൊടുത്തോളാം എന്ന് ഞാൻ സമ്മതിച്ചു. കൺസെൻറ്റ് എന്ന് വെച്ചാൽ എഗ്രി, സമ്മതിക്കുക എന്നുള്ള മീനിങ് ആണ്. ദെൻ ഐ പെയ്ഡ് 10 rupees എ മന്ത് ഫോർ ദ നെക്സ്റ്റ് 3 months. എന്താണ്, അടുത്ത 3 മാസത്തേക്ക് ഞാൻ ഓരോ മാസത്തിനും 10 രൂപ എന്നുള്ള നിരക്കിൽ എന്ത് ചെയ്തു, റെന്റ് അടച്ചു. ഡിയർ സേഴ്സ്, പ്രിയപ്പെട്ട സാറന്മാരെ, ഐ വാസ് എ പുവർ മാൻ. ഞാനൊരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ദരിദ്രനായ മനുഷ്യനായിരുന്നു. ഇവൻ ദ ഹൗസ് വിച്ച് മൈ വൈഫ് ആൻഡ് ഐ ഒക്കുപൈഡ് കോസ്റ്റ് മീ ഓൺലി 4 rupees എ മന്ത്. എന്താ, ഞാനും എൻ്റെ വൈഫും കൂടി താമസിച്ചിരുന്ന ആ വീടിന് പോലും എനിക്ക് ഒരു മാസം ആകെ 4 രൂപ മാത്രമേ ചിലവായിരുന്നുള്ളൂ അല്ലേ. അങ്ങനെയുള്ള ഞാനാണ് ഈ റോഡ് എൻജിൻ നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് മാസം 10 രൂപ റെൻ്റ് അടക്കുന്നത്. ആൻഡ് ഫാൻസി മൈ പേയിങ് 10 rupees എ മന്ത് ഫോർ ദ റോഡ് എൻജിൻ. അങ്ങനെയുള്ള ഞാൻ പറയുന്നത്, ഈ റോഡ് എൻജിന് വേണ്ടിയിട്ട് മാസം 10 രൂപ നൽകുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് കട്ട് ഇൻ ടു മൈ സ്ലെൻഡർ ബഡ്ജറ്റ്. അതിലെ ആ ഒരു വാടക കൊടുക്കുന്നതും കൂടി ആയപ്പോൾ അതെൻ്റെ ബഡ്ജറ്റിനെ അല്ലേ, എൻ്റെ ആ ഒരു കുറഞ്ഞ ബഡ്ജറ്റിനെ അത് ആകെ തകിടം മറിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് ടു പ്ലെഡ് എ ജ്വൽ ഓർ 2 belongings ടു മൈ വൈഫ്. എനിക്ക് എൻ്റെ ഭാര്യയുടെ 1-2 ആഭരണങ്ങളൊക്കെ പണയം വെക്കേണ്ടി വരെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒരു റെൻറ്റും കൂടി കൊടുക്കേണ്ടി വരുമ്പോൾ. എവറി ഡേ മൈ വൈഫ് ആസ്ക്ഡ് മീ വാട്ട് ഐ പ്രൊപ്പോസ്ഡ് ടു ഡു വിത്ത് ദ എൻജിൻ. ആ ഒരു എൻജിന് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് എൻ്റെ ഭാര്യ എന്നോട് എന്നും ചോദിക്കുമായിരുന്നു. ഐ ഹാഡ് നോ ആൻസർ ടു ഗിവ് ഹർ. പക്ഷെ അവൾക്ക് നൽകാനായിട്ട് ഒരു ഉത്തരവും എൻ്റെ കയ്യിലില്ലായിരുന്നു. I went up and down the town offering it for sale to all and sundry. then ഞാൻ എന്ത് ചെയ്തു, ഞാൻ ടൗണിലൂടെയൊക്കെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇത് വിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ടൗണിലൂടെയൊക്കെ നടന്നു അല്ലേ. someone suggested, ചിലരൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്തു തന്നു, മീറ്റ് ദ മുനിസിപ്പൽ ചെയർമാൻ. മുനിസിപ്പൽ ചെയർമാനെ പോയി കാണൂ. ഹി മേ ബൈ ഇറ്റ് ഫോർ ദ മുനിസിപ്പാലിറ്റി. അവർ ചിലപ്പോൾ അത് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി വാങ്ങിയേക്കാം എന്നൊക്കെ പലരും എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വിത്ത് ഗ്രേറ്റ് അപ്രഹെൻഷൻ ഐ വെന്റ് ടു ദ മുനിസിപ്പൽ ഓഫീസ് ആൻഡ് എൻറ്റർഡ് ദ ചെയർമാൻസ് റൂം. അങ്ങനെ വളരെ ആശങ്കയോടെ ഞാൻ എന്ത് ചെയ്തു, മുനിസിപ്പൽ ഓഫീസിലേക്ക് പോയി ചെയർമാൻ്റെ റൂമിലേക്ക് കയറി. ഐ മെൻഷൻഡ് മൈ ബിസിനസ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഐ ടോൾഡ് ഹിം ഐ വാസ് പ്രിപ്പയർഡ് ടു ഗിവ് എവേ ദ എൻജിൻ അറ്റ് എ ഗ്രേറ്റ് കൺസെഷൻ. ഞാൻ എന്ത് പറഞ്ഞു, ദെൻ ആ ഒരു എൻജിന് എത്ര ഇളവിൽ വേണമെങ്കിലും എന്ന് വെച്ചാൽ എത്ര വില കുറച്ചിട്ടാണെങ്കിലും ഞാനത് നൽകാൻ റെഡിയാണെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓണിങ് എ റോഡ് റോളർ. ഒരു റോഡ് റോളർ സ്വന്തമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചു തുടങ്ങി. ബട്ട് ദാറ്റ് അറ്റംപ്റ്റ് ടു ടേൺഡ് ഔട്ട് ടു ബി ഫർട്ടൈൽ. പക്ഷേ ആ ഒരു അറ്റംപ്റ്റിനും ഒരു ഫലവും ഉണ്ടായില്ല. ഫർട്ടൈൽ എന്ന് വെച്ചാൽ ഇൻഎഫക്റ്റീവ് എന്നാണ് അല്ലേ. ആ ഒരു അറ്റംപ്റ്റ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതിനൊന്നും ഒരു ഫലം ഉണ്ടായില്ല, അവരും അത് എടുത്തില്ല അല്ലേ. ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ വാസ് മേക്കിംഗ് മൈ സെൽഫ് ബാങ്ക്രപ്റ്റ് മെയിൻറ്റെയിനിങ് ദ എൻജിൻ ഇൻ ദ ജിങ്കാന ഗ്രൗണ്ട്. ആ ജിങ്കാന ഗ്രൗണ്ടിൽ ആ എൻജിൻ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ ബാങ്ക്രപ്റ്റ് എന്ന് വെച്ചാൽ എന്നെ തന്നെ ഞാൻ പാപ്പരാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ. കാരണം വെറുതെ റെൻറ്റ് കൊടുത്ത് കടം വാങ്ങി ബാങ്കിൽ പണയമൊക്കെ വെച്ച് ഞാൻ സ്വയം പാപ്പരാവുകയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഫ്രഷ് കോംപ്ലിക്കേഷൻസ് എറോസ് വെൻ എ കാറ്റിൽ ഷോ ഗെയിം ആൻഡ് ഐ വാസ് ഗിവൺ 24 hours ടു ഗെറ്റ് ദ തിങ് ഔട്ട് ഓഫ് ദി ഗ്രൗണ്ട്. ദെൻ എന്ത് സംഭവിച്ചു, അവിടെ ആ ഒരു ഗ്രൗണ്ടിലെ പുതിയ കാറ്റിൽ ഷോ വരാൻ പോവുകയാണ് അല്ലേ, ഒരു കന്നുകാലി പ്രദർശനം വരാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോൾ പുതിയ കോംപ്ലിക്കേഷൻസ് അല്ലേ, അത് കണ്ടീഷൻ ആകെ മാറി. അത് എത്രയും പെട്ടെന്ന് 24 hours-നുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ അത് ഗ്രൗണ്ടിൽ നിന്ന് എടുത്തൊഴിവാക്കണം എന്നുള്ള രീതിക്കായി അല്ലേ. ഐ ബിക്കെയിം ഡെസ്പറേറ്റ്. ഞാൻ ആകെ നിരാശനായി. ദർ വാസ് നോട്ട് എ സിംഗിൾ പേഴ്സൺ ഫോർ 50 miles around who knew anything about driving a road engine. അവരുടെ ടൗണിൽ ഒരു 50 മൈൽ ചുറ്റളവിൽ പോലും ചുറ്റളവിൽ നോക്കിയാൽ പോലും അവിടെ റോഡ് എൻജിൻ ഓടിക്കാൻ അറിയുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണല്ലേ ഇത് എത്രയും സമയത്തിനുള്ളിൽ 4 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് പുറത്താക്കാം. ഐ ബെഗ്ഡ് എവറി പാസിംഗ് ബസ് ഡ്രൈവേഴ്സ് ടു ഹെൽപ്പ് മീ. ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്ന ബസ് ഡ്രൈവേഴ്സിനോടൊക്കെ എന്ത് ചെയ്തു, യാചിച്ചു അല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് വിത്തൗട്ട് യൂസ്. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഐ ഈവൻ അപ്രോച്ച്ഡ് ദ സ്റ്റേഷൻ മാസ്റ്റർ ടു പുട്ട് ഇൻ എ വേർഡ് വിത്ത് എ മെയിൽ എൻജിൻ ഡ്രൈവർ.
എന്താ മെയിൽ എൻജിൻ ഡ്രൈവറോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടില്ലേ, ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ഒന്ന് പറയോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരെ കയറി ഇറങ്ങി. മീൻ വൈൽ ദ മുനിസിപ്പാലിറ്റി വാസ് പ്രസ്സിങ് മീ ടു ക്ലിയർ ഔട്ട്. അതിനിടയിൽ എന്താ ഗ്രൗണ്ട് ഒഴിഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റി എന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. I saw the priest of the local temple and managed to gain his sympathy. ദെൻ എന്ത് ചെയ്യാണ്, ഞാൻ അവിടെയുള്ള ലോക്കൽ ടെമ്പിളിലെ അമ്പലത്തിലുള്ള പ്രീസ്റ്റിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ സിമ്പതി പിടിച്ചു പറ്റി. ഹി ഓഫേർഡ് മീ ദ സർവീസസ് ഓഫ് ഹിസ് ടെമ്പിൾ എലിഫൻറ്റ്. ദെൻ അദ്ദേഹം എനിക്ക് എന്ത് ചെയ്തു, അവരുടെ എലിഫൻറ്റിൻ്റെ സർവീസിൽ അവരുടെ ആനയെ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഓൾസോ എൻഗേജ്ഡ് 50 coolies ടു പുഷ് ദ എൻജിൻ ഫ്രം ബിഹൈൻഡ്. ദെൻ അതുപോലെ ആനയെ എന്തിനാണ്, നമ്മളെ എന്താ ആ ഒരു എൻജിന് കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. then അതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഒരു 50 കൂലിക്കാരെയും എന്താ തരപ്പെടുത്തി. യു മേ ബി ഷുവർ ദിസ് ഡ്രെയിൻഡ് ഓൾ മൈ റിസോഴ്സസ്. then ഇതൊക്കെ ആകുമ്പോൾ എന്താ എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഇതോടെ എന്താ ചോർന്നു പോകുമെന്നല്ലേ. ഈ 50 കൂലിക്കാർക്ക് കൂലി കൊടുക്കുമ്പോഴത്തേന് എൻ്റെ പണം മൊത്തത്തിൽ ഇല്ലാതാകുമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ദ കൂലീസ് വാണ്ടഡ് 8 annas per head. കൂലീസ്, ആ കൂലിക്കാരെ എത്രയാണ് ആവശ്യപ്പെട്ടത്, ഒരു തലയ്ക്കെന്ന് വെച്ചാൽ ഒരാൾക്ക് 8 അണ വേണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. ആൻഡ് ദ ടെമ്പിൾ എലിഫന്റ് കോസ്റ്റ് മീ 7 rupees a day and I had to give it a day's feed. ദെൻ ആ അമ്പലത്തിലെ ആനയ്ക്ക് എങ്ങനെയാണ് ഒരു ദിവസം 7 രൂപ കൊടുക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ദിവസത്തെ ഫുഡും കൊടുക്കണമായിരുന്നു. മൈ പ്ലാൻ വാസ് ടു ടേക്ക് ദ എൻജിൻ ഔട്ട് ഓഫ് ദ ജിങ്കാന ആൻഡ് ദെൻ ഡൗൺ ദി റോഡ് ടു എ ഫീൽഡ് ദാറ്റ് വാസ് ഓൺഡ് ബൈ എ ഫ്രണ്ട്. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആ ജിങ്കാന ഗ്രൗണ്ടിൽ നിന്നും ആ എൻജിൻ പുറത്തെടുത്ത് അത് പുറത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പറമ്പിലേക്ക് കൊണ്ടുപോവുക എന്നായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഐ ഓൾസോ ടുക്ക് ഇൻ ടു സർവീസ് വൺ ജോസഫ്, എ ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവർ. ഞാൻ അതുപോലെ ജോസഫ് എന്ന് വെച്ചാൽ ആരാം, പിരിച്ചുവിടപ്പെട്ട ഒരു ബസ് ഡ്രൈവർ ആയിട്ടുള്ള ജോസഫിനെയും ഞാൻ ജോലിക്ക് എടുത്തു എന്നാണ് പറയുന്നത്. ജോസഫ് സെഡ് ദാറ്റ്, ജോസഫ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾത്തോ ഹി ന്യൂ നത്തിങ് ഓഫ് റോഡ് റോളേഴ്സിനെ കുറിച്ച് അവനൊന്നും അറിയില്ല. He could nevertheless steer one if it was somehow kept in motion. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ചലിപ്പിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ഓടിക്കാനായിട്ട്, ഏതെങ്കിലും തരത്തിൽ അത് ചലിക്കുകയാണെങ്കിൽ, അനങ്ങുകയാണെങ്കിൽ എനിക്കത് ഓടിക്കാനായിട്ട് പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഫൈൻ സൈറ്റ്. അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. എന്തായിരുന്നു? ദി ടെമ്പിൾ എലഫന്റ് യോക്ക്ഡ് ടു ദ എൻജിൻ ബൈ മീൻസ് ഓഫ് സ്റ്റൗട്ട് റോപ്സ്. ക്ഷേത്രത്തിലെ ആനയെ കരുത്തുള്ള കയറുകളിലെ നല്ല വണ്ണമുള്ള കയറുകൾ യൂസ് ചെയ്തിട്ട് എൻജിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ വിത്ത് 50 ഡിറ്റർമിൻഡ് മെൻ പുഷിങ് ഇറ്റ് ഫ്രം ബിഹൈൻഡ്. അതുപോലെ 50 ആണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറകിൽ നിന്ന് അതിനെ തള്ളുന്നുണ്ട്. ആൻഡ് മൈ ഫ്രണ്ട് ജോസഫ് സിറ്റിംഗ് ഇൻ ദ ഡ്രൈവിംഗ് സീറ്റിൽ ആരിയ്ക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് ജോസഫ് ഇരിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു കാഴ്ച അല്ലേ. എ ഹ്യൂജ് ക്രൗഡ് സ്റ്റുഡ് അറൗണ്ട് ആൻഡ് വാച്ച്ഡ് ഇൻ ഗ്രേറ്റ് ഗ്ലീ. ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇതിൻ്റെ ചുറ്റും നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സന്തോഷത്തോടെ, ഗ്ലീ എന്ന് വെച്ചാൽ ആഹ്ലാദത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇത് നോക്കി നിൽക്കുകയാണ് എല്ലാവരും കൂടി അല്ലേ. ദ എൻജിൻ ബിഗാൻ ടു മൂവ്. എൻജിൻ ചലിക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് സീംഡ് ടു മീ ദ ഗ്രേറ്റസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. അത് എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിട്ടാണ് എനിക്കത് തോന്നിയത്. When it came out of the Gingana to the main road, ജിങ്കാനയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ the engine began to behave in a strange manner. എൻജിൻ ഒരു സ്ട്രേഞ്ചായ വിചിത്രമായ രീതിയിലാണ് എൻജിൻ ബിഹേവ് ചെയ്യുന്നത് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രെയിറ്റ് ഡൗൺ ദി റോഡ് ഇറ്റ് ബിഗാൻ ടു വോബിൾ ആൻഡ് സിഗ്സാഗ്. സ്ട്രെയിറ്റ് ആയിട്ട് റോഡിലൂടെ പോകുന്നതിന് പകരം അതെന്താ ചെയ്യുന്നത്, അതിങ്ങനെ ആടി ഉലയുകയും അതുപോലെ സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെ പോകാനാണ് തുടങ്ങിയത്. എലഫന്റ് ഡ്രാഗ്ഡ് ഇറ്റ് വൺ വേ. ആന അതിനെ ഒരു വശത്തേക്ക് എന്ത് ചെയ്യാണ്, ഡ്രാഗ് ചെയ്യാണ്, വലിച്ചേക്കുന്നുണ്ട്. ജോസഫ് ടേൺഡ് ദ വീൽ വിത്തൗട്ട് എനി ഐഡിയ ഓഫ് വേർ ഹി വാസ് ഗോയിങ്. എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ജോസഫ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട്. The 50 men behind it clung to it and pushed it just where they liked.
ദെൻ ബാക്കിലുള്ള 50 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ ഇഷ്ടം പോലെ അതിനെ എവിടേക്കോ തള്ളുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദീസ് കൺഫ്യൂസ്ഡ് ഡ്രാഗിങ്, ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളല്ലേ ഇത് ഈ ആകെ കൂടെ എന്താ ഒരു ഐഡിയ ഇല്ലാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് എന്നോണം എന്താ ഉണ്ടായത് അവിടെ? ദ എൻജിൻ റാൻ സ്ട്രേറ്റ് ഇൻ ടു ദ വോൾ ഓഫ് ദി ഓപ്പോസിറ്റ് കോമ്പൗണ്ട്. ആ എൻജിൻ എന്ത് ചെയ്യാണ്? ഓപ്പോസിറ്റ് കോമ്പൗണ്ടിലുള്ള അതിൻ്റെ മതിലിലേക്ക് പോയി എന്ത് ചെയ്യാണ്? ഇടിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് റെഡ്യൂസ്ഡ് എ ഗുഡ് ലെങ്ത് ഓഫ് ഇറ്റ് ടു പൗഡർ. ദെൻ ആ പോയി ഇടിച്ചിട്ടുള്ള ഒരു മതിലിൻ്റെ ഒരു ഗുഡ് ലെങ്ത്തിലെ ഒരു നീളം എന്താക്കിയിട്ടുണ്ട്? ആകെ പൊടിയാക്കിയിട്ടുണ്ട് അല്ലേ, ആകെ ഇടിച്ച് മറിച്ചിട്ടിട്ടുണ്ട്. അറ്റ് ദീസ് ദ ക്രൗഡ് ലെറ്റ് ഔട്ട് എ ജോയസ് യെൽ. ദെൻ ഇതൊക്കെ കൂടെ ആയപ്പോൾ ആളുകളൊക്കെ സന്തോഷത്തോടെ എന്ത് ചെയ്യാണ്? ഒച്ച വെക്കാണ് അല്ലേ, ആരവം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. ദ എലഫന്റ് ഡിസ്ലൈക്കിംഗ് ദ ബിഹേവിയർ ഓഫ് ദി ക്രൗഡ് ട്രംപറ്റഡ് ലൗഡ്ലി. എലഫന്റിലെ ആനയ്ക്ക് എന്ത് ചെയ്യാണ്? ഈ ആളുകളുടെ ബിഹേവിയർ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആന എന്ത് ചെയ്യാണ്? ഉച്ചത്തില് ചിഹ്നം വിളിക്കുകയാണ് ചെയ്യുന്നത്. Strained and snapped its ropes and kicked down a further length of the wall. Then അതെന്ത് ചെയ്യാണ്? അതിന് ഈ ആളുകളുടെ പെരുമാറ്റമൊന്നും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ, അതാകെ കൂടെ ഒച്ച വെച്ച് ആ കയറൊക്കെ പൊട്ടിച്ച് അതിലിൻ്റെ കുറച്ച് ഭാഗം കൂടി അത് ചവിട്ടി തള്ളി ഇടുന്നൊക്കെ ഉണ്ട്. The 50 men fled in panic. ആ 50 ആളുകളും എന്ത് ചെയ്യാണ്? പരിഭ്രാന്തരായി ഓടിപ്പോവാണ് ചെയ്യുന്നത്. The crowd created a pandemonium. അതുപോലെ ജനക്കൂട്ടം ഒരു കോലാഹലം തന്നെ അവിടെ സൃഷ്ടിച്ചു. Someone slapped in me in the face. ആരോ എൻ്റെ മുഖത്തടിച്ചു. ഇറ്റ് വാസ് ദ ഓണർ ഓഫ് ദി കോമ്പൗണ്ട് വാൾ. ആ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഓണർ ആയിരുന്നു അതിലെ. ദി പോലീസ് കെയിം ഓൺ ദ സീൻ ആൻഡ് മാർച്ച്ഡ് മീ ഓഫ്. ദെൻ അവിടെ പോലീസ് സ്ഥലത്തെത്തി എന്നെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. വെൻ ഐ വാസ് റിലീസ്ഡ് ഫ്രം ദി ലോക്കപ്പ്, ദെൻ എന്നെ ആ ഒരു ലോക്കപ്പിൽ നിന്ന് റിലീസ് ചെയ്ത സമയത്ത് ഐ ഫൗണ്ട് ദ ഫോളോയിങ് കോൺസിക്വൻസസ് അവൈറ്റിംഗ് മീ. എന്നെ കാത്തിരിക്കുന്ന കുറച്ച് അനന്തരഫലങ്ങൾ ഞാൻ കണ്ടു. എന്തൊക്കെയാണ് അതിവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. സെവറൽ യാർഡ്സ് ഓഫ് കോമ്പൗണ്ട് വാൾ ഹാഡ് ടു ബി ബിൽഡ് ബൈ മീ. ആ കോമ്പൗണ്ട് വാളിൻ്റെ കേടുവന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു? നിർമ്മിച്ച് കൊടുക്കേണ്ടിണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ദ വേജസ് ഓഫ് ദ 50 men who ran away had to be paid. എന്താ? ആ 50 കൂലിക്കാരുടെ കൂലി അല്ലേ, ഓടിപ്പോയ 50 പേരുടെ കൂലി ഞാൻ കൊടുക്കേണ്ടി വന്നു. They would not explain how they were entitled to the wages when they had not done their job. ആ ഒരു കൂലിക്ക് അവർ അർഹരാണോ, എങ്ങനെയാണ് അവർ അർഹരാകുന്നത് എന്നൊന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അല്ലേ. അവരുടെ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്താ എങ്ങനെയാണ് അവർ ആ കൂലിക്ക് അർഹരാകുന്നത് എന്നൊന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. എന്നാലും അവരുടെ കൂലിയൊക്കെ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ജോസഫ്സ് ഫീ ഫോർ സ്റ്റിയറിംഗ് ദ എൻജിൻ ഓവർ ദി വോൾ ഹാഡ് ടു ബി പെയ്ഡ്. ദെൻ മതിലിന് മുകളിലൂടെ എൻജിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചതിനുള്ള ജോസഫിൻ്റെ ഫീസും ഞാൻ കൊടുക്കേണ്ടി വന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ദ മെഡിസിൻ ബിൽ ഫോർ ദ ടെമ്പിൾ എലിഫൻസ് ഇഞ്ചുറീസ് വൈൽ കിക്കിംഗ് ഡൗൺ ദി വോൾ ഹാഡ് ടു ബി പെയ്ഡ്. അതുപോലെ ആ ടെമ്പിൾ എലിഫൻറ്റിലെ അമ്പലത്തിലെ ആ എലിഫൻറ്റിന് ആ മതിൽ തള്ളിയിട്ട സമയത്ത് പറ്റിയിട്ടുള്ള പരിക്കിൻ്റെ അതിന് ആവശ്യമായി വന്നിട്ടുള്ള മെഡിസിൻ്റെ ബില്ലും കൂടി ഞാൻ കൊടുക്കേണ്ടി വന്നു. Here again the temple authorities would not listen when I pointed out that I didn't engage the elephant to break down the wall. മതിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആനനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ അവരുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഇവിടെയും ക്ഷേത്രാധികാരികളൊന്നും അതും ചെവിക്കൊണ്ടില്ല അല്ലേ. മതിൽ പൊളിക്കുമ്പോഴാണ് ആന പൊളിച്ചപ്പോഴാണ് അതിന് പരിക്ക് പറ്റിയിട്ടുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ആനയെ യൂസ് ചെയ്തത്, ആനയെ കൊണ്ടുപോയത് എന്നൊന്നും അവരോട് പറഞ്ഞിട്ട് അതൊന്നും അവരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദ ഡിമാൻഡ് ടു മൂവ് ദ എൻജിൻ ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് സ്റ്റേഷൻ. ദെൻ അവസാനത്തേതെന്നോണം ഇപ്പോൾ എവിടെയാണോ ആ എൻജിൻ കിടക്കുന്നത്, ഇപ്പോൾ കിടക്കുന്ന ഒരു പ്രസൻറ്റ് സ്ഥലം എവിടെയാണോ അവിടെ നിന്ന് ആ എൻജിൻ മാറ്റുകയും കൂടി വേണമായിരുന്നു അല്ലേ. അതും ഞാൻ ചെയ്യണമായിരുന്നു. ഇറ്റ് വാസ് അറ്റ് എ ലോസ്. ഇതൊക്കെ എനിക്കുള്ള ലോസ് ആയിരുന്നു, നഷ്ടങ്ങളായിരുന്നു അല്ലേ. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയി അല്ലേ. ഐ ഹാഡ് നോ മോർ മണി ടു സ്പെൻഡ്. എൻ്റെ കയ്യിൽ ഇനി കൂടുതൽ പണം ചെലവഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് മൈ വൈഫ് റെഫ്യൂസ്ഡ് ടു പാർട്ട് വിത്ത് ഹെർ താലി ദ ലാസ്റ്റ് ഓഫ് ഹെർ ജ്വൽസ്. അതുപോലെ എൻ്റെ ഭാര്യ അവളുടെ അവസാനത്തെ ആഭരണമായ താലി നൽകാൻ
വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എൻ്റെ കയ്യിൽ പണവും ഇല്ല, എന്നാൽ ഭാര്യയുടെ കയ്യിലുള്ള അവസാനത്തെ സ്വർണ്ണമായിട്ടുള്ള താലി അവൾ തരുന്നുമില്ല അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കായിരുന്നു. ഹവർ നാച്ചർ കെയിം ടു മൈ റെസ്ക്യൂ ഇൻ ആൻ അൺഎക്സ്പെക്റ്റഡ് മാനർ. അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ പ്രകൃതിയാണ് എന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ്? യു മേ ഹാവ് ഹിയർ ഓഫ് ദി എർത്ത്ക്വേക്ക് ഓഫ് ദാറ്റ് ഇയർ വിച്ച് ഡിസ്ട്രോയിഡ് ഹോൾ ടൗൺസ് ഇൻ നോർത്തേൺ ഇന്ത്യ. ആ വർഷം നടന്ന എർത്ത്ക്വേക്കിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നോർത്തേൺ ഇന്ത്യയിലെ ടൗണുകളെ മൊത്തത്തിൽ നശിപ്പിച്ച ഒരു എർത്ത്ക്വേക്കായിരുന്നു അത്. There was a reverberation of it in our town too. ഞങ്ങളുടെ ടൗണിലും അതിൻ്റെ ആ ഒരു എർത്ത്ക്വേക്കിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടായിരുന്നു. We were thrown out of our beds that night. ആ ഒരു രാത്രി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ബെഡുകളിൽ നിന്ന്, കിടക്കയിൽ നിന്ന് എടുത്ത് എറിയപ്പെട്ടു. And doors and windows rattled. ജനലുകളും വാതിലുകളും ഒക്കെ ഇളകിയാടി അല്ലേ. കാരണം ഇവിടെയും ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. Next morning I went over to take a last look at my engine before leaving the town. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ ടൗണ് വിടുമായിരുന്നു അല്ലേ. അവിടെയൊക്കെ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ അവർ ആ ടൗണ് വിട്ടു പോവുകയാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ എൻജിനെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഐസ്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദ എൻജിൻ വാസ് നോട്ട് ദർ. ആ എൻജിന് അവിടെ ഉണ്ടായിരുന്നില്ല. ഐ ലുക്ക്ഡ് എബൌട്ട് ആൻഡ് റേസ്ഡ് എ ഹ്യൂ ആൻഡ് ക്രൈ. ഞാൻ ചുറ്റും നോക്കി, എന്നിട്ട് എന്ത് ചെയ്തു? ആകെ അവിടെ ഹ്യൂ ആൻഡ് ക്രൈ എന്ന് വെച്ചാൽ ആകെ കൂടെ ശബ്ദ കോലാഹലം ഉണ്ടാക്കി, ആകെ കൂടെ ഒച്ചപ്പാടുണ്ടാക്കി, കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ശബ്ദമുണ്ടാക്കി. സെർച്ച് പാർട്ടീസ് വെൻറ്റ് റൗണ്ട്. ദെൻ എന്ത് ചെയ്യാണ്? തിരച്ചിൽ സംഘങ്ങൾ ആകെ ചുറ്റുപാടും എല്ലാവരും എല്ലായിടത്തും തിരയാനായിട്ട് തുടങ്ങി. ദ എൻജിൻ വാസ് ഫൗണ്ട് ഇൻ എ ഡിസ്യൂസ്ഡ് വെൽ നിയർ ബൈ വിത്ത് ഇറ്റ്സ് ബാക്ക് അപ്പ്. ദെൻ അങ്ങനെ തിരയുന്ന സമയത്ത് എൻജിനെ അവർ കണ്ടെത്തിയില്ല. എവിടെയായിരുന്നു? ഒരു ഡിസ്യൂസ്ഡ് ആയിട്ടുള്ള, ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു പൊട്ടക്കിണറിലായിരുന്നു അത് കിടക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ പിൻഭാഗം മുകളിലായിട്ടുള്ള രീതിയിൽ അതിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി വാസ് സോ പ്ലീസ്ഡ് ദ വെൽ വാസ് കവേർഡ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ഹി പ്രോമിസ്ഡ് ടു പേ ഓഫ് ഓൾ മൈ ഡെബ്റ്റ്സ്. ആ പ്രോപ്പർട്ടിയുടെ അല്ലേ, ആ കിണറുള്ള ആ ഒരു സ്ഥലം നിൽക്കുന്ന അതിൻ്റെ ആ ഒരു ഓണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. കാരണം ആ അൺയൂസ്ഡ് ആയിട്ടുള്ള അല്ലേ, ആവശ്യമില്ലാതെ കിടക്കുന്ന ആ ഒരു പൊട്ടക്കിണർ മൂടി കിട്ടിയല്ലോ അല്ലേ. അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇവനോട് പ്രോമിസ് ചെയ്യാണ്, ഞാൻ നിങ്ങളുടെ എല്ലാ കടവും ഞാൻ കൊടുത്തോളാം എന്നല്ലേ. ഹി even offered me some money in further payment which I refused to accept. then അദ്ദേഹം എനിക്ക് കുറച്ചും കൂടി പണം തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും അത് സ്വീകരിക്കാൻ ഞാൻ സമ്മതിച്ചില്ല അല്ലേ. ഞാൻ അത് എന്ത് ചെയ്തു? റിഫ്യൂസ് ചെയ്തു, നിരസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറി വരുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത്, ഹാവ് യു എവർ സീൻ എ ഷോ സച്ച് ആസ് ഗൈറ്റി ലാൻഡ്? ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. ഇതുപോലെ ഈ ഗൈറ്റി ലാൻഡ് പോലെയുള്ള എന്തെങ്കിലും ഷോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് എഴുതാം? യെസ്, ഐ ഹാവ് സീൻ സിമിലർ ഷോ. അതെ, ഞാൻ ഈ രീതിയിലുള്ള ഈ സിമിലർ ആയിട്ടുള്ള ഒരു ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ദി ഷോ വാസ് ഫുൾ ഓഫ് മ്യൂസിക്, ലൈറ്റ്സ് ആൻഡ് ക്രൗഡ്. ഷോ എങ്ങനെയായിരുന്നു? മ്യൂസിക്കും ലൈറ്റ്സും ജനക്കൂട്ടം ഒക്കെ നിറഞ്ഞിട്ടുള്ളതായിരുന്നു. ദർ വർ ഡിഫറെൻറ്റ് സ്റ്റോൾസ് ഓഫ് ഫുഡ്, ഗെയിംസ്, ടോയ്സ്. എന്തൊക്കെയുണ്ടായിരുന്നു അവിടെ? പലതരത്തിലുള്ള ഫുഡിൻ്റെയും ഗെയിംസിൻ്റെയും ടോയ്സിൻ്റെ ഒക്കെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അല്ലേ. ദെൻ മോട്ടോർ സൈക്കിൾ സ്റ്റണ്ട് ഷോ വാസ് ഇറ്റ്സ് ഹൈലൈറ്റ്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ സ്റ്റണ്ട് ഷോ ആയിരുന്നു. എവരിവൺ എൻജോയ്ഡ് ഇറ്റ് വെരി വെൽ. എല്ലാവരും അതൊരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റോഡ് എൻജിൻ യൂസ്ഡ് ഫോർ? റോഡ് എൻജിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ അല്ലേ. റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഫ്ലാറ്റനിങ് ആൻഡ് സ്മൂത്തനിങ് ദ സർഫേസ് ഓർ റോഡ്. റോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതലങ്ങളൊക്കെ ഫ്ലാറ്റ് ആക്കാൻ, അതുപോലെ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ റോഡ് എൻജിൻ. തേർഡ് ക്വസ്റ്റ്യൻ, വൈ കുഡിൻറ്റ് ദ നരേറ്റർ ട്രാൻസ്പോർട്ട് ദി റോഡ് എൻജിൻ ഇമ്മീഡിയറ്റ്ലി? എന്തുകൊണ്ടാണ്
ആ നെറേറ്റർക്ക് ആ റോഡ് എൻജിൻ പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റാഞ്ഞത് അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് വാസ് ലാർജ് ആൻഡ് ഹെവി മെഷീൻ. കാരണം അതെന്താ, അത് വലുതും ഭയങ്കര വെയിറ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു മെഷീനാണ്. ബട്ട് ഓൾസോ നെറേറ്റർ ഹാഡ് നോ ഡ്രൈവർ ഫോർ ദ എൻജിൻ ടു മൂവ് ഓൺ. അതുപോലെ തന്നെ നെറേറ്ററുടെ അടുത്ത് ആ എൻജിൻ അവിടെ നിന്ന് കൊണ്ടുപോകാൻ, അവിടെ നിന്ന് ചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻജിൻ ഡ്രൈവേഴ്സും ഇല്ലായിരുന്നു. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ ടെമ്പിൾ പ്രീസ്റ്റ് ഹെൽപ്പ് ദ നെറേറ്റർ? ടെമ്പിൾ പ്രീസ്റ്റ് എങ്ങനെയാണ് നെറേറ്ററെ ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? സോ എന്താണ്, ടെമ്പിൾ പ്രീസ്റ്റ് ഹെൽപ്ഡ് ഹിം ബൈ ഓഫറിംഗ് ദ സർവീസ് ഓഫ് ഹിസ് ടെമ്പിൾ എലിഫന്റ് ടു മൂവ് ദി റോഡ് എൻജിൻ. റോഡ് എൻജിൻ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ടെമ്പിൾ എലിഫൻറ്റിനെ അവർ ഓഫർ ചെയ്തു അല്ലേ? ടെമ്പിളിലെ ആനയെ കൊണ്ടുപോകാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻ വെൻ ദ എൻജിൻ വാസ് മൂവ് ടു ദി റോഡ്? ആ എൻജിന് റോഡിലേക്ക് ചലിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു? വെൻ ഇറ്റ് മൂവ് ടു ദ റോഡ് ഇറ്റ് ബിഗാൻ ടു ബിഹേവ് സ്ട്രേഞ്ച് മാനർ. ആ റോഡിലേക്ക് ചലിച്ചു തുടങ്ങിയപ്പോൾ അത് സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറാൻ തുടങ്ങി അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രേറ്റ് ഇറ്റ് ബിഗാൻ ടു വോബിൾ ആൻഡ് സിഗ്സാഗ്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം അതിങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെ പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് നേച്ചർ ഹെൽപ്പ് ദ നെറേറ്റർ സോൾവ് ഹിസ് പ്രോബ്ലം? എങ്ങനെയാണ് പ്രകൃതി ആ നെറേറ്ററെ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു? നേച്ചർ ഹെൽപ്ഡ് ഹിം ഇൻ ദ ഫോം ഓഫ് ആൻ എർത്ത് ദാറ്റ് ഷുക്ക് ദി ടൗൺ. ആ ടൗണിനെ തന്നെ ആകെ കൂടെ കുലുക്കിയ ഒരു എർത്ത് ക്വേക്ക് കൊണ്ടാണ് പ്രകൃതി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ എൻജിൻ ഫെൽ ഇൻ ടു എ ഡിസ്യൂസ്ഡ് വെൽ. ആ എൻജിൻ എന്ത് ചെയ്തു? ഒരു ഡിസ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെ, ഉപയോഗിക്കാത്ത ഒരു കിണറിൽ പോയി വീഴാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിസ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് സോൾവ്ഡ് ദ നെറേറ്റേഴ്സ് പ്രോബ്ലം. ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവം നെറേറ്ററുടെ പ്രശ്നം സോൾവ് ആയി. ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് ദ ഓണർ ഓഫ് ദി വെൽ ഹാപ്പി ആൻഡ് ആസ് ദ ഡിസ്യൂസ്ഡ് വെൽ ഈസ് ഫുള്ളി കവേർഡ് വിത്ത്. ആ ഡിസ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു കിണർ മൊത്തത്തിൽ മൂടി കിട്ടിയപ്പോൾ അതിൻ്റെ ഓണറും ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിൽ വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.